السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ദിവസം ജമാഅത്തിലെ ഒരു സ്വാതികൻ, ഒരു പണ്ഡിതൻ, ആദരണീയ ഉസ്മാൻ ചീനി സാഹിബ് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല ഇദ്ദേഹത്തിന് ചൈനയുടെ ഒരു വിദൂര പ്രദേശത്ത് നിന്ന് ഒരു പ്രത്യേക വിധിയോടെ പുറത്തെടുത്ത് പാകിസ്ഥാനിൽ വരുന്നതിനും അഹ്മദിയത്ത് സ്വീകരിക്കുന്നതിനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. ഏതേതെല്ലാം രീതിയിലാണ് അല്ലാഹു തആല ഇദ്ദേഹത്തോട് വർത്തിക്കുകയും അദ്ദേഹത്തിന് അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിനും ദീനി അറിവ് നേടുന്നതിനും പിന്നെ ജീവിതം വഖഫ് ചെയ്യുന്നതിനും മാർഗനിർദ്ദേശം നൽകുകയുണ്ടായി, തൗഫീഖ് നൽകുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ സ്വയം രചനകളുമുണ്ട് ഓർമ്മയിലുണ്ടായിരുന്നത്. വളരെ വിശദമായി ഇതിലേക്ക് വെളിച്ചം വീശിയിട്ടുണ്ട്. ഈ വിശദീകരണം വിവരിക്കുന്നതിനുള്ള സമയമില്ല. അദ്ദേഹം വിവിധ വ്യക്തികളോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ചിലർ ഇദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതും വളരെ വിശദമായി എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ വിവരണം കേൾപ്പിക്കുന്നതും അതെല്ലാം വിവരിക്കുന്നതും സാധ്യമല്ല. ധാരാളം വിശ്വാസവർദ്ധക സംഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, സേവനങ്ങൾ, ജീവിത ചരിത്രത്തെക്കുറിച്ച് ഇത്രയധികം വിവരണങ്ങളുണ്ട്. അവ ഒരു ഗ്രന്ഥം രചിക്കുവാൻ കഴിയും. എൻ്റെ അഭിപ്രായത്തിൽ ഖുദാമുൽ അഹമ്മദിയ പാകിസ്ഥാൻ ഈ ജോലി നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഞാൻ ഈ ദർവേശി ഗുണമുള്ള മനുഷ്യൻ, ജമാഅത്തിൻ്റെ സ്വാതികൻ, വാക്കിഫ സിന്ദഗി, മുബല്ലിഗെ സിൽസില, പണ്ഡിതൻ, യഥാർത്ഥത്തിൽ ആലിം ബആമൽ, മാതൃകാ പണ്ഡിതൻ, വലിയുള്ള മനുഷ്യനെക്കുറിച്ച് സ്മരിക്കുന്നതാണ്. പ്രത്യേകിച്ച് വാക്കിഫിനെ സിന്ദഗികൾക്കും മുബല്ലിഗീങ്ങൾക്കും പ്രത്യേകമായ അനുകരണയോഗ്യമായ മാതൃകയാണ്. മൊത്തത്തിൽ എല്ലാവർക്കുമായി, എല്ലാ അഹമ്മദികൾക്കുമായി വിവിധ ജനങ്ങൾ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ചുരുക്കി ചിലത് ഞാൻ വിവരിക്കുന്നതാണ്. ഉസ്മാൻ ചീനി സാഹിബ്
എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉസ്മാൻ ചീനി സാഹിബ് അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹമ്മദ് ഉസ്മാൻ ചുൻചുൻസി സാഹിബ് ആയിരുന്നു. 13 ഏപ്രിൽ 2018 ഇദ്ദേഹം വഫാത്തായി. 13 ഡിസംബർ 1925 ഒരു മുസൽമാൻ കുടുംബത്തിൽ ഇദ്ദേഹം പിറന്നു. ചൈനയിലെ ആങ്ക്വി സംസ്ഥാനത്ത്. ഹൈസ്കൂളിന് ശേഷം 1940 നാൻചിങ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കൊല്ലത്തെ അഡ്വാൻസ്ഡ് കോഴ്സ് ചെയ്തു. പിന്നെ നാൻചിങ് നാഷണൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്സ് വിഭാഗത്തിൽ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി. എന്നാൽ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ദീനിയാത്തിന്റെ ഫിലോസഫിയിൽ നിയമം പഠിക്കുവാൻ തീരുമാനിച്ചു. ആദ്യം പറയുന്നു, തുർക്കിയിൽ പോയി വിദ്യാഭ്യാസം നേടാൻ തീരുമാനിച്ചിരുന്നു. പിന്നെ 1949 പാകിസ്ഥാനിൽ വന്നു. സ്വയം പരിശോധന നടത്തി ഇദ്ദേഹം ബൈഅത്ത് ചെയ്തു. ജാമിയ അഹമ്മദിയയിൽ വിദ്യാഭ്യാസം തുടങ്ങി. ഏപ്രിൽ 1957 ജാമിയ അഹമ്മദിയയിൽ നിന്നും ഷഹാദത്തുൽ പരീക്ഷ പാസ്സായി. ഇത് മുബല്ലിഗീങ്ങളുടെ സ്റ്റാർട്ട് കോഴ്സ് ആയിരുന്നു. 16 ആഗസ്റ്റ് 1959 അദ്ദേഹം വഖഫ് ചെയ്തു. അദ്ദേഹത്തിന്റെ നിയമനം 1960 പിന്നെ മുബല്ലിഗീൻ കോഴ്സിന്റെ ക്ലാസ് പാസ്സാകുന്നതിന് വേണ്ടി രണ്ടാമതും ഏപ്രിൽ 1961 ജാമിയ അഹമ്മദിയയിൽ ഇദ്ദേഹം പ്രവേശനം നേടി. 1964 ഷാഹിദ് ബിരുദം നേടി. പാകിസ്ഥാനിൽ വക്കാലത്ത് തസ്നീഫ് തഹ്രീക്ക് ജദീദ് റബുവയിൽ, പ്രത്യേകിച്ച് കറാച്ചിയിലും റബുവയിലും ഇദ്ദേഹത്തിന് വാക്കിഫെ ജിന്ദഗി എന്ന നിലയിൽ മുറബിയായി സേവനത്തിനുള്ള സൗഭാഗ്യം ലഭിച്ചു. 1966 സിംഗപ്പൂരിലും മലേഷ്യയിലും ഇദ്ദേഹത്തിന് സേവനത്തിനുള്ള ഭാഗ്യം ലഭിച്ചു. അവിടെ പോയി ഏകദേശം 3.5 കൊല്ലം സിംഗപ്പൂരിലും 4 മാസം ഏകദേശം മലേഷ്യയിലും. 1970 തിരിച്ച് പാകിസ്ഥാനിൽ വന്നു. പിന്നെ വിവിധ സ്ഥലങ്ങളിൽ മുറബിയ സിൽസിലയായി ഉംറയും ബൈത്തുല്ലാഹിൽ ഹജ്ജും ചെയ്യാനുള്ള സൗഭാഗ്യം ഇദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ഹിജറത്തിന് ശേഷം ഇവിടെ ലണ്ടനിൽ വിവിധ കാര്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ, ജോലികളിൽ വിശാലത ഉണ്ടായപ്പോൾ, ജമാഅത്തി സാഹിത്യങ്ങളുടെ തർജ്ജമ ചെയ്യുന്നതിലേക്ക് കൂടുതൽ വിശാലത കൈവന്നപ്പോൾ ചീനി ഡെസ്ക് സ്ഥാപിക്കുകയും ഇദ്ദേഹത്തെ ഇവിടേക്ക് വിളിപ്പിച്ചു. ഇദ്ദേഹത്തിന് ചീനി ഗ്രന്ഥങ്ങളുടെ തർജ്ജമയ്ക്കുള്ള തൗഫീഖ് ലഭിച്ചു. അതിൽ ചീനി തർജ്ജമ ഖുർആൻ പ്രധാനപ്പെട്ടതും സ്മരണീയവുമാണ്. ജമാഅത്തി ആദർശങ്ങളും അധ്യാപനങ്ങളും അടങ്ങിയ പുസ്തകങ്ങളും ഇദ്ദേഹം എഴുതി. ഇദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബാംഗങ്ങളിൽ സതീമണി, ഒരു മകൻ, 2 മകളും ഉണ്ട്. ചീനി തർജ്ജമ ഖുർആനെ സംബന്ധിച്ചിടത്തോളം 1985 ഇദ്ദേഹം ചീനി തർജ്ജമ ഖുർആന്റെ ജോലി തുടങ്ങി. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിൽ. അതേ വർഷം ജൂണിൽ അദ്ദേഹത്തെ പാകിസ്ഥാനിൽ നിന്നും ബ്രിട്ടനിലേക്ക് വിളിപ്പിച്ചു. പിന്നെ 4 കൊല്ലത്തെ പരിശ്രമത്തിന് ശേഷം ഈ തർജ്ജമ പൂർത്തിയായി. ചീനി സാഹിബ് സ്വയം എഴുതുന്നു, ചീനി തർജ്ജമ ഖുർആന്റെ ജോലിക്ക് ധാരാളം സമയം ആവശ്യമായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ആദേശം ഉണ്ടായിരുന്നത് അത് ശതവാർഷിക ജൂബിലിയുടെ അവസരത്തിൽ പ്രസിദ്ധീകരിക്കേണ്ടതാണ്. പറയുന്നു, എനിക്ക് വളരെയധികം വ്യാകുലതയുണ്ടായിരുന്നു. ഈ ജോലി സമയത്ത് പൂർത്തിയാക്കണം. അനുയോജ്യരായവരെ തിരയുകയായിരുന്നു. പുനഃപരിശോധനയിൽ സഹായിക്കുന്നതിനും ചീനി ഭാഷയുടെ നിലവാരം ഉയർത്തുന്നതിനുമായി അന്നത്തെ പാകിസ്ഥാനിലോ UK-യിലോ നിന്നുകൊണ്ട് ഈ ജോലി വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഉദാഹരണത്തിന് ചീനി ഭാഷയിൽ ആർക്കും പ്രാവീണ്യമില്ലായിരുന്നു. ഇസ്ലാമീയത്തിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ദീനി അറിവുണ്ടായിരുന്നെങ്കിൽ ചീനി ഭാഷ നിലവാരമില്ലാത്തതായിരുന്നു.
വളരെ പ്രയാസമേറിയ ജോലിയായിരുന്നു. ഏതായിരുന്നാലും പറയുന്നു, തർജ്ജമ പൂർത്തിയായപ്പോൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയുടെ നിർദ്ദേശാനുസാരം ചൈനയിലും സിംഗപ്പൂരിലും പോയി ചീനി ഭാഷയിലെ പ്രഗത്ഭരെ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. അതിനെ നന്നാക്കി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ ഉന്നത നിലവാരമുള്ള തർജ്ജമ ചീനി ഭാഷയിൽ വിശുദ്ധ ഖുർആന്റെ തയ്യാറായി. പിന്നെ സ്വയം വളരെ വിനയാന്വിതനായി കൊണ്ട് എഴുതുന്നു, ഈ ജോലി എന്നെ കൊണ്ട് സാധ്യമല്ലായിരുന്നു, കേവലം അല്ലാഹു തആലയുടെ ഫضൽ കൊണ്ടാണ് സാധ്യമായത്. പറയുന്നു, ചീനി ഭാഷയിൽ ഇതിനു മുമ്പും വിശുദ്ധ ഖുർആന്റെ ചില തർജ്ജമകൾ ഉണ്ടായിരുന്നു, ശേഷവും തർജ്ജമകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിലും കൂടുതലാണ്. എന്നാൽ ജമാഅത്തെ അഹമ്മദിയയുടെ തർജ്ജമയ്ക്ക് മറ്റൊരു തർജ്ജമയിലും ഇല്ലാത്ത തന്റേതായ വേറിട്ട ഒരു പ്രത്യേകതകളുണ്ട്. പിന്നെ ഇതിൽ ജമാഅത്തിന്റെ ഗ്രന്ഥജ്ഞാനത്തിന്റെയും കാരണത്താലും ഉപകാരപ്രദമാണ്. ഇതിന്റെ പ്രസിദ്ധീകരണത്തിൽ ചീനികളുടെയും മറ്റ് രാജ്യക്കാരുടെയും വകയായി എണ്ണമറ്റ വിശകലനങ്ങൾ ലഭിച്ചു. അതിൽ ഈ തർജ്ജമയെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ശക്തിയായി പുകഴ്ത്തുകയുണ്ടായി. ജമാഅത്തിന്റെ തർജ്ജമ വളരെ സ്വീകാര്യമാണ്. ധാരാളം ആവശ്യക്കാരുണ്ട്. ഇതിനെ പിന്നെ മൊത്തത്തിൽ ചിലർ ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതായത് ജമാഅത്തിന്റെ ആദർശങ്ങൾ ഇടയ്ക്ക് ഇട്ടിരിക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾക്കനുസരിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നു. എന്നാൽ മൊത്തത്തിൽ തർജ്ജമയുടെ നിലവാരം എല്ലാവരും ഉന്നതമാണെന്ന് അംഗീകരിച്ചിരിക്കുന്നു. ചീനയിലെ പ്രൊഫസർ ലിങ് സോംഹെ അദ്ദേഹം ഒരു പുസ്തകം ഈ നൂറ്റാണ്ടിലെ ചീനി ഭാഷയിലെ വിശുദ്ധ ഖുർആൻ എഴുതി. അതിൽ നമ്മുടെ ഖുർആൻ തർജ്ജമയെക്കുറിച്ചും സ്മരിക്കുകയുണ്ടായി. ഇതിൽ ഏകദേശം 15 പേജുകൾ ഈ പുസ്തകത്തിൽ ജമാഅത്തെ അഹമ്മദിയയുടെ വിശുദ്ധ ഖുർആൻ തർജ്ജമയുടെ വിശകലനമാണ്. പിന്നെ പ്രൊഫസർ സാഹിബ് വളരെ വ്യക്തമായി നമ്മുടെ വിശുദ്ധ ഖുർആന്റെ തർജ്ജമയെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് ഉദാഹരണത്തിന് പറയുന്നു, സാധാരണ പണ്ഡിതന്മാർ തർജ്ജമ ചെയ്യുമ്പോൾ ചില വാക്കുകളിലെ തർജ്ജമ ചെയ്യാറില്ല. പകരം തർജ്ജമയുടെ സ്ഥാനത്ത് അതേ അറബി പദം എഴുതുന്നു, അല്ലെങ്കിൽ അതിൽക്കുറിപ്പായി അത് വ്യാഖ്യാനിക്കുന്നു. എന്നാൽ അവസാനം വരെ മനസ്സിലാകുന്നത് ആ ഭാഗം അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഉസ്മാൻ സാഹിബിന്റെ തർജ്ജമയുടെ പ്രത്യേകത ഇതാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും തർജ്ജമ ചെയ്തിരിക്കുന്നു. ഏത് അടിസ്ഥാനത്തിലാണോ തർജ്ജമ ചെയ്തിരിക്കുന്നത് അതിനെ പിന്താങ്ങുന്ന തെളിവുകൾ അടിക്കുറിപ്പിൽ രേഖപ്പെടുത്തുന്നു. പ്രൊഫസർ സാഹിബ് എഴുതുന്നു, തർജ്ജമയെ ഖുർആനെ കുറിച്ച് ഞാൻ വിശകലനവും എഴുതിയിരുന്നു. അതിനുശേഷം പല പ്രാവശ്യം ഉസ്മാൻ സാഹിബുമായി കൂടിക്കാഴ്ചയും നടന്നു. എന്റെ അനുഭവം ഇതാണ്, ഇദ്ദേഹം നേരെ ചൊവ്വയുള്ള, ഇത് മറ്റുള്ള അന്യരുടെ വിലയിരുത്തലാണ്, പ്രൊഫസറുടെ ഇസ്ലാമിന്റെ മേൽ അധിപതിയായി മനസ്സിലാക്കുന്നവർ, ഇദ്ദേഹം ഒരു നേരെ ചൊവ്വയുള്ള, വിനീതത്വമുള്ള, സാത്വികനായ, നിഷ്കളങ്കനായ, ആജ്ഞകളിൽ പൂർണ്ണ അനുസരണം പുലർത്തുന്ന വ്യക്തിയാണ്. അതായത് ഉസ്മാൻ ചീനി സാഹിബ് പറയുന്നു, റമളാനിൽ ഞാൻ അദ്ദേഹത്തെ വിരുന്നിന് വിളിച്ചിരുന്നു. ഉസ്മാൻ സാഹിബ് നോമ്പ് നോക്കുന്നയാളാണ്. വിശുദ്ധ ഖുർആനെ ശരീഅത്തിന്റെ ഉന്നത ഗ്രന്ഥമായി മനസ്സിലാക്കുന്നു. പിന്നെ ഇദ്ദേഹം എഴുതുന്നു, ഇദ്ദേഹത്തിന്റെ തർജ്ജമയുടെയും തഫ്സീറിന്റെയും ചില ഭാഗങ്ങൾ നമ്മുടെ ചീനി സുന്നികളുടെ ചിന്താഗതികളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലും ഞങ്ങൾ ഈ വ്യക്തിയെ തൗഹീദിന്റെ വക്താവാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, ദൈവിക ആജ്ഞകളെ പാലിക്കുന്നവരാണ് എന്നീ കാര്യങ്ങളെ നിഷേധിക്കുവാൻ കഴിയുമ്പോൾ ചീനി സാഹിബ് തന്റെ പര്യവേക്ഷണത്തിൽ തയ്യാറാക്കിയ ചൈനീസ് സാഹിത്യങ്ങളിൽ ചീനികളുടെ ഇംഗ്ലീഷ് തലക്കെട്ട് ഇങ്ങനെയാണ്: മൈ ലൈഫ് ആൻഡ് അൻസെസ്റ്റിംഗ്, ചൈനീസിലാണ് എഴുതിയത്. ഇൻട്രൊഡക്ഷൻ ടു മൊറാലിറ്റി, ചൈനീസിലാണ് എഴുതിയത്. 7 പുസ്തകങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായുണ്ട്. എന്നാൽ 35ഓളം പുസ്തകങ്ങളും ഇദ്ദേഹം തർജ്ജമ ചെയ്തിരിക്കുന്നു. തന്റെ പര്യവേക്ഷണത്തിൽ ചെയ്യിച്ചു. ആൻ ഔട്ട്ലൈൻ ഓഫ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്, ഇത് ജമാഅത്തിന്റെ പരിചയപ്പെടുത്തലാണ്. ഔട്ട്ലൈൻ ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ പരിചയപ്പെടുത്തൽ. ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ അബൌട്ട് ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ചുള്ള അടിസ്ഥാന ചോദ്യങ്ങളാണ്. ഇസ്ലാമിക് കൺസെപ്റ്റ് ഓഫ് ജിഹാദ് ആൻഡ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്, ഇതും ഇദ്ദേഹം ചൈനീസിൽ എഴുതിയ പുസ്തകങ്ങളാണ്. അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഈസ് കൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്, ഇതും എഴുതി.
പിന്നെ മനുഷ്യ ജീവിതത്തിൽ ഇസ്ലാമിന്റെയും മതത്തിന്റെയും ആവശ്യകത എന്ത്? ഇതാണ് ഇദ്ദേഹത്തിന്റെ ചുരുക്കത്തിലുള്ള വൈജ്ഞാനിക സേവനങ്ങൾ. കുടുംബജീവിതത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ ഭാര്യ എഴുതുന്നു, എനിക്കായി ഉസ്മാൻ സാഹിബിന്റെ ബന്ധം പാകിസ്ഥാനിൽ നിന്ന് വന്നപ്പോൾ എന്റെ പിതാവ് ഞങ്ങളുടെ വയസ്സിലുള്ള അന്തരം കാരണം ബന്ധത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഭാര്യയും ചീനിയാണ്. പറയുന്നു, എന്റെ വയസ്സ് അപ്പോൾ 20 ഉസ്മാൻ സാഹിബിന്റേത് 50 അടുത്തതായിരുന്നു. മാസങ്ങളോളം പിതാവ് ഈ ബന്ധത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞില്ല. അവസാനം എന്നോട് പറഞ്ഞപ്പോൾ കത്ത് എന്റെ മുമ്പിൽ വച്ചു. സ്വയം തീരുമാനമെടുക്കുക. പറയുന്നു, ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പുറത്ത് ഏതോ രാജ്യത്ത് വലിയ മൈതാനത്ത് വെറും കൈയോടെ നിൽക്കുകയാണ്. പെട്ടെന്ന് ആലോചിക്കുകയാണ് എന്റെ അവസ്ഥ എന്താകും. അപ്പോൾ ഞാൻ കുറച്ചു ദൂരത്ത് വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. ഒരു ശബ്ദം കേട്ടു, നിന്റെ എല്ലാ ആവശ്യങ്ങളും ഈ വ്യക്തി മുഖേന പൂർത്തിയാവുന്നതാണ്. പറയുന്നു, ഈ കത്ത് നോക്കിയതിനു ശേഷം ഞാൻ ഉസ്മാൻ സാഹിബിനെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ അദ്ദേഹം വെള്ളവസ്ത്രം ധരിച്ച് എന്റെ സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കിടക്കുകയായിരുന്നു. പിന്നീട് ഉസ്മാൻ സാഹിബിന്റെ ചിത്രം കാണിച്ചപ്പോൾ ഈ വ്യക്തിയെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ ബന്ധം സ്വീകരിച്ചു. 4 വർഷം വരെ പറഞ്ഞു വച്ചു. പാസ്പോർട്ട് കിട്ടിയിരുന്നില്ല. അവിടുത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു. പിന്നെ രാഷ്ട്രീയ അവസ്ഥകളും സെൻട്രൽ രജിസ്ട്രേഷൻ കാരണവും അദ്ദേഹത്തിന്റെ വരവ് വളരെ പ്രയാസമേറിയതാണ്. ഉസ്മാൻ സാഹിബ് സ്വപ്നത്തിൽ കണ്ടിരുന്നു, മാവോ സേതുങ് വഫാത്താവുമ്പോൾ ഭാര്യ വരും. ആ സമയത്തെ ചെയർമാനായിരുന്നു ചൈനയുടെ മാവോ സേതുങ്. അദ്ദേഹം രോഗിയായിരുന്നില്ല, ആരോഗ്യം നല്ലതായിരുന്നു, വളരെ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. ഏതായിരുന്നാലും ഇതിൽ അദ്ദേഹം കരുതി ഇത് വളരെ നീണ്ട കാലമാണ്, എപ്പോൾ വരുമെന്നറിയില്ല. മാവോ സേതുങ് കത്തെഴുതുവാൻ തീരുമാനിച്ചു. പറയുന്നു, ഞാൻ കത്ത് പോസ്റ്റ് ചെയ്യാൻ പോവുകയായിരുന്നു. മാവോ സേതുങ്ങിന്റെ മരണവാർത്ത കിട്ടി. പിന്നെ അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യ എഴുതുന്നു, കുറച്ച് ദിവസത്തിന് ശേഷം തന്നെ അയാളുടെ വഫാത്തിന് ശേഷം എനിക്ക് പാസ്പോർട്ട് കിട്ടി. പറയുന്നു, അങ്ങനെ ഞാൻ പിതാവിന്റെ വീട്ടിലെത്തി. പാസ്പോർട്ട് വാങ്ങി വീട്ടിലെത്തിയപ്പോൾ ആ രാത്രി ധാരാളം മഴ പെയ്തു. അതിനു മുമ്പ് വളരെ വരൾച്ചയായിരുന്നു. എത്രയധികം മഴ പെയ്തെന്നാൽ വർഷാധിക്യത്താൽ ഭൂമി പിളർന്നു. ഭൂമി ഇടിഞ്ഞിരുന്നു. ഒരു അനഹമ്മദി അയൽക്കാരൻ എന്നോട് പറഞ്ഞു, നീ ആദ്യമേ വരികയായിരുന്നുവെങ്കിൽ ഈ വരൾച്ച ഉണ്ടാകുമായിരുന്നില്ല. ഏതായിരുന്നാലും പറയുന്നു, ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ചൈനയിൽ നിന്ന് പുറപ്പെട്ടു. എന്റെ പക്കൽ യാതൊരു വസ്തുവും ഉണ്ടായിരുന്നില്ല. 2 ജോഡി ഉണ്ടായിരുന്നു. അത് ഉസ്മാൻ സാഹിബിന്റെ ചെറിയ സഹോദരൻ എനിക്ക് തന്നിരുന്നു. കുറച്ച് ചെറിയ വസ്തുക്കളുണ്ടായിരുന്നു. 12 ആഗസ്റ്റ് 1978 ഞാൻ കറാച്ചിയിലെത്തി. അവിടെ ചൗധരി മുഹമ്മദ് മുഖ്താർ സാഹിബ് എന്റെ നിക്കാഹ് ചെയ്യിപ്പിച്ച് വിളംബരം നടത്തി. സ്വയം എന്റെ വലിയായി. 3-ാമത്തെ ദിവസം ഞങ്ങൾ ചൈനീസ് എംബസിയിൽ പോകേണ്ടതുണ്ടായിരുന്നു. അവിടെ ട്രെയിനിൽ ഞങ്ങൾ പോയപ്പോൾ അതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ബോഗികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ കണ്ടുമുട്ടാം എന്നാണ് തീരുമാനിച്ചിരുന്നത്. എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിനു മുമ്പേ പറയുന്നു, ഞാൻ ഇവിടെ പുതിയതായിരുന്നു. ഇരുന്നപ്പോൾ എല്ലാ യാത്രക്കാരും ഇറങ്ങിയപ്പോൾ കരുതി ഇതാണ് അവസാന സ്റ്റേഷൻ എന്ന് കരുതി അവിടെ ഇറങ്ങി. ട്രെയിൻ വീണ്ടും ചലിക്കാൻ തുടങ്ങിയപ്പോൾ തോന്നി അപ്പോൾ ട്രെയിനിൽ കയറുവാൻ കഴിയുമായിരുന്നില്ല. വളരെ തിരക്കായിരുന്നു. എന്തായാലും ഞാൻ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. എന്തായാലും ഒരു ഓഫീസർ, പോലീസ് ഓഫീസർ എന്നെ കറങ്ങുന്നത് കണ്ട് എന്നെ റെയിൽവേ പോലീസ് വിളിപ്പിച്ചു. പിന്നെ എന്നെ ചൈനീസ് എംബസിയിൽ അയച്ചു. പറയുന്നു, ഞാൻ ആ സമയത്ത് നിക്കാബും കോട്ടും ധരിച്ചിരുന്നു. എംബസിക്കാർക്ക് ഞാൻ ചൈനീസ് ആണെന്നതിൽ വിശ്വാസം വരുന്നില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു സ്ത്രീ ബുർക്കയിൽ എങ്ങനെയാകാനാണ് എന്നായിരുന്നാലും അവർ ഒരു ചൈനീസ് മാസിക വരുത്തിച്ചു. എന്നോട് വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞു. പിന്നെ ടാക്സി ഏർപ്പാടാക്കി. ഏതായിരുന്നാലും ഒരു വലിയ കഥയാണ്. എങ്ങനെയൊക്കെയോ അവർ എത്തിച്ചേർന്നു. ഒരു അഹമ്മദി വഴിയിൽ കണ്ടു. ടാക്സിക്കാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടെ പോകാനാണ്, എങ്ങനെ എത്തിക്കാനാണ്. അവർ ഇവരെ എത്തിച്ചു. ടാക്സിക്കാരും വളരെ ആശ്ചര്യത്തിലായിരുന്നു.
ഞാൻ ഒരിക്കലും ഇതുപോലൊരു യുവതിയെ, ഒരു സ്ത്രീ കറങ്ങുന്നതായും പിന്നെ ഇങ്ങനെ സുരക്ഷിതമായി എത്തിച്ചേരുന്നതായി ഒരിക്കലും കണ്ടിട്ടില്ല. എന്തായാലും പറയുന്നു, ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രാരംഭമായിരുന്നു. ഉസ്മാൻ സാഹിബിനെ കുറിച്ച് എഴുതുന്നു, നല്ല ഭർത്താവായിരുന്നു, മാത്രമല്ല എൻ്റെ ആത്മീയ ഗുരുവുമായിരുന്നു. ഞാൻ പാകിസ്ഥാനിൽ വന്നപ്പോൾ ആദ്യമായി എന്നെ നമസ്കരിപ്പിക്കുവാൻ പഠിപ്പിച്ചു. പള്ളിയിൽ നമസ്കരിപ്പിച്ചതിനു ശേഷം വീട്ടിൽ വന്ന് എന്നെ ബാജമാഅത്ത് നമസ്കരിപ്പിക്കും. മണിക്കൂറുകളോളം എന്നെ നമസ്കാരം, അതിന്റെ അറബി വാക്കുകൾ പഠിപ്പിക്കും. അദ്ദേഹം ഓരോ വാക്കും വാചകങ്ങളും പഠിപ്പിച്ചു, ഉപദേശിച്ചു. ഇത് അഭ്യസിച്ചു കൊണ്ടിരിക്കുക. മറന്നുപോകുകയാണെങ്കിൽ ദുആയുടെ പുസ്തകം അടുത്തു വയ്ക്കുക. അദ്ദേഹം 6 മാസം കൊണ്ട് എന്നെ ഖായിദ വായിക്കുവാൻ പഠിപ്പിച്ചു. അദ്ദേഹം എന്നെ ഖുർആൻ വായിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്റെ താല്പര്യം നിലനിർത്തുന്നതിനായി കൂടെ തന്നെ തർജ്ജമയും പഠിപ്പിച്ചു. വളരെ ക്ഷമയുള്ള ആളായിരുന്നു. വളരെ ഗഹനമായി വിഷയങ്ങൾ മനസ്സിലാക്കി തന്നിരുന്നു. നീണ്ട ഉദാഹരണങ്ങൾ സഹിതം മനസ്സിലാക്കി തന്നിരുന്നു. വളരെയധികം കരുണ കാണിച്ചിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാവിനെ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വിളിപ്പിച്ച് നല്ല രീതിയിൽ സേവനം ചെയ്തു. പറയുന്നു, ചില അവസ്ഥയിൽ ഞങ്ങൾക്ക് ദിവസത്തിൽ 1 കുപ്പി പാല് മാത്രമേ വാങ്ങാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതും മാതാവിന് കൊടുക്കുമായിരുന്നു. എവിടെ യാത്ര പോയാലും മാതാവിനെയും കൂടെ കൂട്ടുമായിരുന്നു. അദ്ദേഹം മാതാവിനെ നല്ല രീതിയിൽ പരിചരിച്ചിരുന്നു. പറയുന്നു, തന്റെ മുഴുവൻ ജീവിതവും തന്റെ ജോലിയിൽ മുഴുകുന്നതിൽ വ്യാപൃതനായിരുന്നു. തന്റെ ആരോഗ്യം നല്ലതായിരുന്നപ്പോൾ കൂടുതലും ഓഫീസിൽ രാത്രി വൈകി വരെ ജോലി ചെയ്തിരുന്നു. പലപ്പോഴും ജോലി ചെയ്ത് നേരം വെളുത്തിരുന്നു. വീട്ടിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന ജോലി കുട്ടികളുടെ നല്ല ശിക്ഷണമായിരുന്നു. മറ്റുള്ള ചെറിയ ചെറിയ പ്രാപഞ്ചിക വ്യവഹാരങ്ങളിൽ താല്പര്യം കാണിച്ചിരുന്നില്ല. തന്റെ വസ്ത്രം, ആഹാരം തുടങ്ങിയവയുടെ കാര്യത്തിൽ വളരെ ലളിതമായിരുന്നു. ഇദ്ദേഹത്തിന്റെ വലിയ മകൾ ഡോക്ടർ ഖുറത്തുൽ ഐൻ എഴുതുന്നു, എന്റെ പിതാവിന്റെ ചില പ്രത്യേകതകൾ വാക്കുകളിൽ വിവരിക്കുക എന്നത് എനിക്ക് പ്രയാസമാണ്. അദ്ദേഹം വളരെ വാത്സല്യമുള്ളവരും കഠിനാധ്വാനിയും നിതാന്ത പരിശ്രമിയും എപ്പോഴും ശുദ്ധാപ്തി വിശ്വാസമുള്ള മിതവ്യയായ മനുഷ്യനായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ എല്ലാ സഹോദരന്മാരെയും തന്റെ മരുമക്കളെയും സംസാരങ്ങളിൽ കൂട്ടുന്നതിന് മുൻഗണന നൽകിയിരുന്നു. സ്കൂൾ പഠന കാര്യത്തിൽ താല്പര്യം കാണിച്ചിരുന്നു. അധ്യാപകരുടെ വിലയിരുത്തലുകൾ അന്വേഷിച്ചിരുന്നു. ടീച്ചേഴ്സ് എന്താണ് പറഞ്ഞത്, പറയേണ്ടത്, നിങ്ങളുടെ ജീവിത ലക്ഷ്യം, ലോകത്ത് നിങ്ങളെ അള്ളാഹു അയച്ചതിന്റെ ലക്ഷ്യം തബ്ലീഗ് ചെയ്യുക, പ്രത്യേകിച്ച് ചൈനക്കാർക്ക്. ഞങ്ങളെ കൃത്യമായി ഉപദേശിക്കാറുണ്ടായിരുന്നത് ആത്മീയത, നൈതികത, അറിവിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുക. മിക്കവാറും പറയാറുണ്ടായിരുന്നു, നിങ്ങളുടെ വ്യക്തിത്വവും കർമ്മവും ശൈലിയും നോക്കി ജനങ്ങൾക്ക് മനസ്സിലാകണം ദൈവത്തിന്റെ അസ്തിത്വം നിലവിലുണ്ട്. എന്തുകൊണ്ടെന്നാൽ കുട്ടികളിൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസമില്ലാത്ത കുട്ടികളെക്കാൾ വളരെ നല്ലവരായിത്തീരുന്നു. ഇതും ഉപദേശിക്കാറുണ്ടായിരുന്നു. ജോലികൾ പ്രാരംഭിക്കുമ്പോൾ അതിൽ കൃത്യനിഷ്ഠ വേണ്ടതാണ്. കുട്ടിക്കാലത്ത് ഒരിക്കലും ശകാരിച്ചിട്ടില്ല. എപ്പോഴും സ്നേഹത്തോടെ മനസ്സിലാക്കി തന്നിരുന്നു. എവിടെയെങ്കിലും നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമസ്കാരത്തെക്കുറിച്ചായിരുന്നു. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ എന്തുകൊണ്ട് പുലർത്തിയില്ല? പിന്നെ ശീലമുണ്ടാക്കുന്നതിന് ഞങ്ങളോട് ചെറുപ്പത്തിൽ 5 നേരം പള്ളിയിൽ നമസ്കരിക്കുവാൻ പോകുമായിരുന്നു. അവധി ദിവസങ്ങളിൽ ഏതെങ്കിലും പുസ്തകം വായിക്കുവാൻ തരുമായിരുന്നു. പിന്നെ അതിന്റെ പരീക്ഷയും നടത്തിയിരുന്നു. പറയുന്നു, അദ്ദേഹം ക്രിസ്ത്യാനുവിന്റെ വളരെ പഴയ ഒരു പ്രതി വായിക്കുവാൻ തന്നുകൊണ്ട് പറഞ്ഞു, ഇത് വായിക്കുക. ഇതിലെ ഉറുദു മറ്റുള്ള ഗ്രന്ഥങ്ങളിലേതുപോലെ പ്രയാസമുള്ള ഉറുദു അല്ല. പിന്നെ പറയുന്നു, അദ്ദേഹം ജാമിയ അഹമ്മദിയയിൽ പഠിച്ച ആദ്യ പുസ്തകം ഇതായിരുന്നു. പിന്നെ പർദ്ദയെക്കുറിച്ചും അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. സർവകലാശാലയിൽ പോകുമ്പോൾ പർദ്ദ പാലിക്കുക നിർബന്ധിതാവസ്ഥയാണെങ്കിൽ നിക്കാബ് എടുക്കേണ്ടി വന്നാൽ പിന്നെ മേക്കപ്പ് ഒഴിവാക്കണം. അതും കേവലം വിദ്യാഭ്യാസത്തിന്റെ കാലത്ത്. ഇത് ഞാൻ ഖലീഫത്തുൽ മസീഹ് റാബിയനോട് ചോദിച്ചിരുന്നു. പിന്നെ അനുവാദം നൽകി.
സർവകലാശാലയിൽ പർദ്ദ പാലിക്കുമെന്ന നിബന്ധനയോടെ പഠിക്കുക. നിർബന്ധിതാവസ്ഥയിൽ ക്ലാസ്സിൽ അഴിക്കേണ്ടി വന്നാൽ പിന്നെ മേക്കപ്പ് ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം ഉടൻ തന്നെ പർദ്ദ പാലിക്കണം. ഇതുപോലെ ചെറിയ മകൾ മുനസ്സ അവരും പറയുന്നു, അതായത് എപ്പോഴും പറയുമായിരുന്നു, എപ്പോഴും നിങ്ങൾ ചന്ദ്രനെ പ്രാപിക്കുവാൻ പരിശ്രമിക്കണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ചന്ദ്രനെ കിട്ടിയില്ലെങ്കിലും നക്ഷത്രങ്ങളെങ്കിലും ലഭിക്കുമല്ലോ. അതായത് എല്ലായ്പ്പോഴും ഉയർന്ന ലക്ഷ്യങ്ങളാണ് വെക്കേണ്ടത്. 5 നേരം നമസ്കാരം ജമാഅത്തായും തഹജ്ജുദിനും പ്രാധാന്യത നൽകിയിരുന്നു. വെള്ളം തെളിച്ചുകൊണ്ട് രാവിലെ സുബഹിക്ക് എണീപ്പിക്കുമായിരുന്നു. ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഖലീഫമാരുടെയും ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലേക്ക് ഉപദേശിച്ചു കൊണ്ടിരുന്നു. മണിക്കൂറുകളോളം ഇരുന്നു കൊണ്ട് ക്ഷമയോടെയും സഹനത്തോടും കൂടി ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞിരുന്നു. നിസ്സാര കാര്യങ്ങളിൽ കുടുങ്ങിയിരുന്നില്ല. ഇത് മാതാപിതാക്കൾക്കും ഒരു മാതൃകയാണ്. എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ കഴിവുകൾ നൽകിയിട്ടുണ്ട്, അതിനെ ഉപയോഗിക്കുക, വ്യർത്ഥമാക്കരുത്. പിന്നെ പറയുന്നു, എന്ത് പ്രവൃത്തി ചെയ്താലും അതിനെ ദൈവാരാധനക്കായി ചെയ്യുക. ആത്മീയ അഭിവൃദ്ധിയുടെ ഉദാഹരണം നൽകിക്കൊണ്ട് പറയുന്നു, കോണിപ്പടികൾ പോലെയാണ് അത്. അതിൽ ചിലപ്പോൾ ഇടവേള വരുന്നു, എന്നാൽ ഉടൻ തന്നെ കൂടുതൽ ഉയരത്തിലേക്ക് കാലടികൾ ഉയരുന്നു. ഇവർ ഇതെഴുതുന്നു, ഇദ്ദേഹം ഞങ്ങൾക്ക് ലാളിത്യം, വിനയം, മറ്റുള്ളവർക്ക് തങ്ങളെക്കാൾ മുൻഗണന നൽകൽ തുടങ്ങിയവ പഠിപ്പിച്ചു. അദ്ദേഹം ഇസ്ലാമാബാദ് സദർ ജമാഅത്ത് ആയിരുന്നപ്പോൾ എല്ലാ വീടുകളിലും സെൻട്രൽ എഡിലിറ്റി സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉറപ്പു നൽകി, ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും അവസാനം ഈ പണി നടക്കും. ഇദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ദാവൂദ് സാബ് പറയുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ജാമ്യയിലെ വിദ്യാഭ്യാസ കാലത്ത് തന്റെ മൂത്ത സഹോദരന്റെ പിതാവിന്റെ മരണത്തെക്കുറിച്ച് ടെലഗ്രാം വന്നു. ആ സമയത്ത് ജാമ്യയിലെ പരീക്ഷകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഈ ദുഃഖവാർത്തയും ജാമ്യയിലെ പരീക്ഷ പോലെ തന്നെ ഒരു പരീക്ഷയാണെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ കരുതിക്കൊണ്ട് അദ്ദേഹം സമയത്ത് തന്നെ പരീക്ഷ എഴുതി, സമയം പാഴാക്കിയില്ല. മകൻ എഴുതുന്നു, ചൈനീസ് ജനങ്ങളിൽ തബ്ലീഗ് ചെയ്യുവാൻ വളരെ ആവേശമായിരുന്നു. ഏത് പരിപാടികളിൽ പോയാലും അവിടെ ജനങ്ങൾക്ക് അഹമ്മദിയത്തിനെ പരിചയപ്പെടുത്തും, സാഹിത്യങ്ങൾ വിതരണം ചെയ്യും. ഏതുവരെ എന്നാൽ അദ്ദേഹം വീൽ ചെയറിൽ വരുമ്പോഴും രോഗിയായിരുന്നു, നടക്കുവാൻ കഴിയില്ലായിരുന്നു. വീൽ ചെയറിന്റെ അറകളിൽ വലിയ വലിയ പുസ്തകങ്ങൾ നിറക്കുവാൻ നിർബന്ധിച്ചിരുന്നു. അങ്ങനെ ജനങ്ങളിൽ വിതരണം ചെയ്യാവുന്നതാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നു, ഞാൻ ചെറുതായിരുന്നപ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ പോകുമായിരുന്നു. പേനയോ പെൻസിലോ എടുക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ തന്റെ ഓഫീസിൽ വെച്ചിരുന്ന പേന ഉപയോഗിക്കുവാൻ തരില്ലായിരുന്നു. എന്റെ മാതാവിനോട് പറയുമായിരുന്നു, എനിക്ക് വേണ്ടി വേറെ പേന വാങ്ങിക്കൊടുക്കുക, ഇവന് പേനയുടെ ആവശ്യമുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഫോട്ടോ കോപ്പി ചെയ്യിക്കണമായിരുന്നുവെങ്കിൽ പറയുമായിരുന്നു, വീട്ടിൽ നിന്ന് കടലാസ് കൂടെ കൊണ്ടുവരിക, എന്നിട്ട് മെഷീനിൽ ഫോട്ടോ കോപ്പി ചെയ്യുക. പിന്നെ ഈ മകൻ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നു, അള്ളാഹു താലയുടെ ഗുണനാമങ്ങൾ മനഃപ്പാടമാക്കുന്നതിന് ആദേശിച്ചിരുന്നു. അതായത് അള്ളാഹു താലയുടെ ഗുണനാമങ്ങൾ എത്രയാണോ അത് കാണാപ്പാഠം പഠിക്കുക. അദ്ദേഹം ചൈനീസ് ഭാഷയിൽ ഒരു കവിത എഴുതിയിരുന്നു. അതിൽ അള്ളാഹു താലയുടെ 100 ഗുണനാമങ്ങളെ പ്രകീർത്തിച്ചിരുന്നു. ഈ കവിത ദിവസേന രാത്രി ചൊല്ലിയിരുന്നു. വിനോദ രൂപത്തിൽ ഞങ്ങൾ സഹോദരന്മാരിൽ അള്ളാഹുവിന്റെ ഗുണനാമങ്ങൾ ചൊല്ലുന്ന മത്സരവും നടത്തുമായിരുന്നു, സമ്മാനങ്ങളും നൽകുമായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, 2-3 മാസം മുമ്പ്, തൻ്റെ ഒരു മരുമകനും കുടുംബമായി എന്നെ കാണാൻ വന്നു. ഇദ്ദേഹത്തിൻ്റെ മരുമകൻ എഴുതുന്നു, എനിക്ക് 3 പോയിന്റുകൾ എഴുതി തന്നു. എനിക്ക് പറയാൻ കഴിയില്ല. എന്നോട് അദ്ദേഹത്തിന് ചോദിക്കുവാനുണ്ടായിരുന്നത് അവ ഇതാണ്: ഞാൻ ബലഹീനനാണ്, സ്വയം നിൽക്കുവാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് വീൽ ചെയർ ഇരിക്കണം, അതിന് ക്ഷമ ചോദിക്കുന്നു. ഖിലാഫത്തിനോട് വളരെ ബഹുമാനമായിരുന്നു. പിന്നെ ഇതും ദുആ ചെയ്യുക, അവസാന ശ്വാസം വരെ തബ്ലീഗ് ചെയ്യുവാനും അതിന് അനുവാദം തരിക, പിന്നെ
ഓഫീസിൽ പോകാൻ കഴിയില്ല, വീട്ടിൽ തന്നെ തൻ്റെ ജോലി ചെയ്യുന്നതിനുള്ള അനുവാദം തരിക. ജോലിയെക്കുറിച്ചുള്ള വ്യാഗ്രതയിലായിരുന്നു. വീട്ടിലിരിക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കണമെന്ന് ഉണ്ടായിരുന്നില്ല, വീട്ടിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ഇദ്ദേഹം തൻ്റെ മരുമകനോടൊപ്പം ഹജ്ജിന് പോയപ്പോൾ പറയുന്നു, ഉസ്മാൻ സാഹിബ് തൻ്റെ പ്രാർത്ഥനാ വികാരങ്ങൾ ചൈനീസ് ഭാഷയിൽ എഴുതിയിരുന്നു. ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ വികാരങ്ങൾ കവിതാരൂപത്തിലാക്കിയത് ഭാവിയിലും ഇതിൽ നിന്ന് പ്രയോജനം നേടാനാണ്. ഒരവസരത്തിൽ ഹജ്ജിന്റെ ഗ്രൂപ്പിൽ ചിലർ ആദരണീയ ഉസ്മാൻ ചീനി സാഹിബിനോട് ചോദിച്ചു, താങ്കൾ എന്താണ് എഴുതുന്നത്? അദ്ദേഹം അവരോട് ഹ്രസ്വമായി പറഞ്ഞു, ഞാൻ ചൈനീസ് സമുദായത്തിനായി ദുആകൾ ചെയ്യുകയാണ്. അള്ളാഹു താല അവരെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് മാർഗദർശനം നൽകട്ടെ. ഈ ചോദ്യം ചോദിച്ചവർ വളരെ ആശ്ചര്യപ്പെടുകയുണ്ടായി. ഒരു വൃദ്ധനായ മനുഷ്യൻ പരസഹായമില്ലാതെ നടക്കുവാൻ പോലും കഴിവില്ല. അയാൾക്ക് കേവലം തന്റെ സമുദായത്തിന്റെ ഹിദായത്തിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ ചീനി സാഹിബ് തന്റെ ചരിത്രത്തിൽ ഒരിടത്ത് എഴുതുന്നു, ചൈനയിൽ ബുദ്ധിസം, കൺഫ്യൂഷ്യസം, താവോയിസം ചില അധ്യാപനങ്ങളുണ്ട്. ഇവ തമ്മിൽ കൂടുതൽ കലർന്നിരിക്കുന്നു. അങ്ങനെ ധാരാളം ചൈനക്കാർ ഈ 3 മതങ്ങളുടെയും അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കുന്നു. എന്നാൽ ഇക്കാലത്ത് ഇവർ ഈ വിവിധ അധ്യാപനങ്ങളെ ഒരുമിച്ച് കൂട്ടി സ്വയം ഒരു മതം ഉണ്ടാക്കി. ആ മതത്തിൽ മനുഷ്യന്റെ ധാർമ്മിക അവസ്ഥയിലേക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നു. ചീനി സാഹിബ് എഴുതുന്നു, 3 ചീനി പേപ്പറുകളിൽ തന്റെ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചപ്പോൾ മലേഷ്യയിലെ ദഹയിസം, ദഹസ്ത മതം സൊസൈറ്റി ഒരു പുതിയ മതമാണ്. ദഹയിസം സൊസൈറ്റി എന്നോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി, ഞാൻ ഇസ്ലാമി അധ്യാപനങ്ങളെക്കുറിച്ച് ഒരു ലേഖനം എഴുതുക. അങ്ങനെ ഇസ്ലാമിക അധ്യാപനങ്ങൾ മറ്റ് ധാർമ്മിക ലേഖനങ്ങളോടൊപ്പം ഒരു മാസികയിൽ പ്രസിദ്ധീകരിക്കുക. അങ്ങനെ ഞാൻ ഈ വിഷയത്തിൽ ലേഖനം എഴുതി. അതിൽ അവർ മറുപടി എഴുതി, ചീനി സാഹിബിന് താങ്കൾ ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ വിഷയത്തിൽ ഒരു മഹത്തായ ലേഖനം തന്നിരിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം വിവരിച്ചിരിക്കുന്നു. താങ്കളുടെ ചർച്ച ഹ്രസ്വവും ഹൃദ്യവുമായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് താങ്കൾ നല്ലവണ്ണം മത അധ്യാപനങ്ങൾ നേടിയിട്ടുണ്ട്. ചൈനക്കാർക്ക് ഇതുവരെ ഇസ്ലാമിനെ കുറിച്ച് അറിവില്ല. അതിനുള്ള കാരണം ചീനി ഭാഷയിൽ ഇസ്ലാമിന്റെ തബ്ലീഗ് നടന്നിട്ടില്ല. ഇപ്പോൾ താങ്കൾ സിംഗപ്പൂരിൽ ഇസ്ലാമിന്റെ തബ്ലീഗിനായി വന്നിരിക്കുന്നു. ഇദ്ദേഹം സിംഗപ്പൂരിൽ മുബല്ലിഗായിരുന്നു. തീർച്ചയായും ഇസ്ലാം ഈ രാജ്യങ്ങളിൽ ചീനികളിൽ വ്യാപിക്കും. ചൈനക്കാരും ഇതിൽ നിന്ന് അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കട്ടെ. ആഗാ സൈഫുല്ല സാഹിബ് ഇദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു, അല്ലെങ്കിൽ അക്കാലത്തെ ജാമ്യയിൽ പഠിച്ചിരുന്നു. സഹപാഠിയായിരുന്നു. എഴുതുന്നു, ഉസ്മാനി സാഹിബ് എന്റെ സഹപാഠിയായിരുന്നു. അദ്ദേഹം തികഞ്ഞ യൗവനത്തിൽ സാത്വികൻ, സൗശീല്യൻ, സദ്ഗുണങ്ങളുടെ നാഥനായിരുന്നു. വളരെ വിനയവിധേയതയോടെ നമസ്കരിച്ചിരുന്നു. വളരെ താഴ്മയോടെ ദുആ ചെയ്തിരുന്നു. നഫൽ നോമ്പുകൾ നോറ്റിരുന്നു. നവാഫിലുകൾ അനുഷ്ഠിക്കുന്ന ശീലമുണ്ടായിരുന്നു. തസ്ബീഹ്, തഹ്മീദ്, ദൈവസ്മരണയിൽ വൈദഗ്ധ്യം പുലർത്തിയിരുന്നു. അഹമ്മദിയത്ത് എന്ന അനുഗ്രഹം ലഭിച്ചതിൽ കൃതജ്ഞത പ്രകടിപ്പിച്ചിരുന്നു. എപ്പോഴും സ്നേഹം, ധാർമ്മികത, അർപ്പണത്തിന്റെ വികാര പ്രകടനമായിരുന്നു. എഴുതുന്നു, ഇത് സത്യസാക്ഷ്യമാണ്. വിദ്യാഭ്യാസ കാലത്ത് ചില സമയങ്ങളിൽ ചിന്തകളിലും കഠിന തളർച്ചയിലും അദ്ദേഹത്തിന് കണ്ണുനീർ വരുമായിരുന്നു. തന്റെ മാതാവ് സഹോദരങ്ങളോടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും അവിടെ നിലനിൽക്കുന്ന ഭരണകൂടം കാരണം ചിലപ്പോൾ ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു. വളരെ താഴ്മയോടെ, വിനയത്തോടെ തന്റെ യഥാർത്ഥ യജമാനിയുടെ സമക്ഷത്തിൽ തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി ദുആ ചെയ്തിരുന്നു. ഈ ദൃശ്യം ഉയർന്ന വയസ്സിലും എനിക്ക് അസൂയാർഹമാണ്. ഇത് വാസ്തവമാണ്. സൈഫുല്ല സാഹിബ് എഴുതുന്നു, വാസ്തവത്തിൽ ഈ ദൈവദാസൻ പരീക്ഷണ ഘട്ടത്തിൽ ചോദിച്ചത് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ വിനയത്തിനും പ്രാർത്ഥനയ്ക്കും സ്വീകാര്യത നൽകിക്കൊണ്ട് അഹമ്മദിയത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നൽകി എന്നത് വാസ്തവമാണ്. പിന്നെ നിലനിൽക്കുന്ന
നിഅമത്തുകൾ കൊണ്ടും അനുഗ്രഹിച്ചു. മാത്രമല്ല ദൈവ സൃഷ്ടികളും അദ്ദേഹത്തിന്റെ ദുആ സ്വീകാര്യതയുടെ അനുഗ്രഹം നേടി. എനിക്കും വിദ്യാഭ്യാസ കാലത്ത് ഹസ്രത്ത് മൗലവി ഗുലാം റസൂൽ സാഹിബ് രാജിക്ക്, ഹസ്രത്ത് മൗലവി അബ്ദുൽ ലത്തീഫ് സാഹിബ് ബഹാൽപൂരി സാഹിബ്, സാഹിബ്സാദ അബ്ദുൽ ഹസൻ സാഹിബ് തുടങ്ങിയ സ്വാത്തികരുടെ സമക്ഷത്തിൽ ഇരിക്കുവാനും ഭാഗ്യം ലഭിക്കുകയും ദുആക്ക് അപേക്ഷിക്കുവാനും സ്വീകാര്യതയുടെ ദൃശ്യങ്ങൾ കാണുന്നതിനും അള്ളാഹു തആല തൗഫീഖ് നൽകി. ഇദ്ദേഹം എഴുതുന്നു, ഞാൻ അതീവ ശ്രദ്ധയോടെ തന്റെ സാന്നിധ്യത്തിലും അനുഭവത്തിലും സാക്ഷ്യം പറയുവാൻ കഴിയും. ആരാധനയിലെ താഴ്മയും വെമ്പലും പ്രാർത്ഥനകളിലെ വിനയവും സ്ഥൈര്യവും ദുആ സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ ഈ ആദരണീയനായ ഉന്നതരുടെ രൂപം ആദരണീയ ഉസ്മാൻ ചീനി സാഹിബിന്റെ സത്തയിൽ നിലനിന്നിരുന്നു. പറയുന്നു, ഞാൻ സ്വയവും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ദുആ സ്വീകാര്യതയുടെ ദൃശ്യം കണ്ടതാണ്. ഇനി ഇദ്ദേഹം എഴുതുന്നു, അദ്ദേഹം എപ്പോഴും എന്നോടും കാണുന്നവരോടും ദുആകൾ ചെയ്യുന്നതിലേക്ക് ഉപദേശിച്ചിരുന്നു. അദ്ദേഹം വളരെ വലിയ വിശ്വാസ ഗുണങ്ങളുടെ നാഥനായിരുന്നു. ജമാഅത്തി വ്യവഹാര പ്രശ്നങ്ങളിൽ അഭിപ്രായ പ്രകടനത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിരുന്നു. സ്വയം ജമാഅത്ത് വ്യവസ്ഥിതിയെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നു. തന്റെ സുഹൃത്തുക്കളോടും കണ്ടുമുട്ടുന്നവരോടും ഇതിനെക്കുറിച്ചും എപ്പോഴും ഉണർത്തിക്കൊണ്ടിരുന്നു. ഖിലാഫത്തിനോട് പരിപൂർണ ആത്മീയത അഭിവാജ്ഞ പുലർത്തിയിരുന്നു. അതിന്റെ അനുഗ്രഹങ്ങളിൽ നന്ദി പ്രകടിപ്പിച്ചിരുന്നു. എപ്പോഴും അദ്ദേഹത്തോട് അപേക്ഷിക്കുമ്പോൾ ചോദിക്കുമായിരുന്നു, കാലത്തിന്റെ ഖലീഫയുടെ സമക്ഷത്തിൽ ദുആക്ക് അപേക്ഷ നൽകിയോ? ഇവിടെ ഇസ്ലാമാബാദിലെ ജമാഅത്ത് സദർ ഡോക്ടർ റിസ്വാൻ സാഹിബ് പറയുന്നു, അവസാന ദിവസങ്ങളിൽ നമസ്കാരത്തിനോടുള്ള ഇദ്ദേഹത്തിന്റെ സ്നേഹം, ആ പ്രതിപത്തി കുറച്ചു വർഷങ്ങളായി വീട്ടിൽ നിന്ന് പള്ളി വരെ പോകുന്നതിന് കുറച്ച് മിനിറ്റുകളുടെ ദൂരമേ ഉള്ളൂ. ധാരാളം സമയമെടുക്കുമായിരുന്നു. വഴിയിൽ പല പ്രാവശ്യം നിന്ന് ശ്വാസം എടുക്കുമായിരുന്നു. എന്നിട്ടും ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ നമസ്കാരം ജമാക്കുന്നതായി കണ്ടിട്ടില്ല. ഒരിക്കൽ മഗ്രിബ് ഇശാ നമസ്കാരത്തിനിടയിൽ സമയം വളരെ കുറവായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ വീട്ടിൽ പോകാതെ പള്ളിയിൽ തന്നെ ഇശാ വരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ ജമാക്കുക. കാത്തിരിക്കുക അല്ലെങ്കിൽ ജമാക്കുക. പറയുകയുണ്ടായി, നടക്കുന്നത് കൊണ്ട് വ്യായാമമാകും, പിന്നെ വീട്ടിൽ നിന്ന് പള്ളി വരെ ദൂരം താണ്ടുന്നത് കൊണ്ട് പ്രതിഫലവും ലഭിക്കുന്നു. അതുകൊണ്ട് പോകുകയും വരികയും ചെയ്യും. റഷീദ് ബഷീറുദ്ദീൻ സാഹിബ് പറയുന്നു, ഇദ്ദേഹത്തിന്റെ ദുആകളിൽ നിന്നും അഹമ്മദികളും അനഹമ്മദികളും എല്ലാവരും പ്രയോജനം നേടിയിരുന്നു. ഇദ്ദേഹം കറാച്ചിയിൽ മുറബിയായിരുന്നു. റിംഗ് റോഡ് താമസിച്ചിരുന്ന സമയത്ത് അനഹമ്മദി സ്ത്രീ പുരുഷന്മാർ തങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ അഭിപ്രായം തേടിയിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രാവർത്തികമാക്കിയതിൽ, ചീനി മൗലവി സാഹിബിനോട് ദുആ ചെയ്യിച്ചതിൽ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി സാക്ഷ്യം പറയുന്നു. ചുരുക്കത്തിൽ റിംഗ് റോഡ് കറാച്ചിയിൽ ചീനി മൗലവി സാഹിബ് വേർതിരിവില്ലാതെ എല്ലാവർക്കുമായി അനുഗ്രഹീതമായിരുന്നു. എണ്ണമറ്റ സ്നേഹങ്ങൾ വിതറിയിരുന്നു. ഇദ്ദേഹം ഇംഗ്ലിസ്ഥാൻ പോയതിനു ശേഷം ഒരു നീണ്ട കാലം വരെ അനഹമ്മദികളിൽ ഇദ്ദേഹത്തിന്റെ സ്മരണകളും ഓർമ്മകളും നിലനിന്നിരുന്നു. പറയുന്നു, ഞാൻ ഇതും കണ്ടിട്ടുണ്ട്. ചീനി സാഹിബ് മാതാവിനെ നല്ലവണ്ണം സേവിച്ചിരുന്നു. ചിലപ്പോൾ മാതാവ് ദേഷ്യത്തിൽ വഴക്ക് പറയുമായിരുന്നു. ഇദ്ദേഹം അപ്പോൾ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുമായിരുന്നു. അവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചിരുന്നു. എത്രമാത്രം മുഴുകുമായിരുന്നുവെന്നാൽ ചുറ്റുപാടും ആരാണ് കാണുന്നതെന്ന ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. മാതാവിനോടുള്ള സ്നേഹപ്രകടനങ്ങളും ഇദ്ദേഹത്തിൻ്റെത് അസാധാരണമായിരുന്നു. ജാനബ് മുഹമ്മദ് സാഹിബ് കിർഗിസ്ഥാൻ ജമാഅത്തിൽ എഴുതുന്നു, ഉസ്മാൻ സാഹിബുമായുള്ള കൂടിക്കാഴ്ച 1994 ഒരു വിമാനയാത്രയിൽ നടന്നു. ആരംഭത്തിൽ എനിക്ക് ഇദ്ദേഹം മുസൽമാനാണെന്ന് മനസ്സിലായില്ല. ഇദ്ദേഹം ജമാഅത്ത് അഹമ്മദിയുടെ പണ്ഡിതനാണ്. എന്നാൽ വിമാനം പറക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ബിസ്മില്ല ചൊല്ലി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ മുസ്ലിമാണ്. കുറച്ചു സമയം കഴിഞ്ഞ് ഞാൻ സലാം ചൊല്ലി. ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങൾ വിവിധ വിഷയങ്ങൾ സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ജമാഅത്തെ മുസ്ലിമായ കുറിച്ച് അറിയാമോ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കറിവില്ല. അതിനുശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ചീനി വിശുദ്ധ ഖുർആന്റെ തർജ്ജമ വായിക്കാറുണ്ടോ? ഞാൻ മറുപടി നൽകി, വായിക്കാറുണ്ട്. അതിൽ പറഞ്ഞു, ചീനി ഭാഷയിൽ വിശുദ്ധ ഖുർആന്റെ എത്ര തർജ്ജമകളെ കുറിച്ച് താങ്കൾക്കറിയാം? ഞാൻ പറഞ്ഞു, ഇപ്പോൾ എത്ര തർജ്ജമകൾ നിലവിലുണ്ടോ ഞാൻ അവയെല്ലാം വായിച്ചിട്ടുണ്ട്.
വായിക്കുന്നുണ്ട്. ഉസ്മാൻ സാഹിബ് ചോദിച്ചു, ഏതെല്ലാം പരിഭാഷകരാണ് വിശുദ്ധ ഖുർആന്റെ തർജ്ജമകൾ ചീനി ഭാഷയിൽ ചെയ്തിട്ടുള്ളതെന്ന് താങ്കൾ അവരെ അറിയുമോ? ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാവരെയും അറിയും. അപ്പോൾ ഉസ്മാൻ സാഹിബ് പറഞ്ഞു, ഈ പരിഭാഷകരിൽ ഒരു പരിഭാഷകന്റെ പേര് ഉസ്മാൻ ചോ ആണ്. നിങ്ങൾ അദ്ദേഹത്തെ അറിയുമോ? ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ അറിയും. എന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ തർജ്ജമ വായിച്ചിട്ടില്ല, ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം ചോദിച്ചു, താങ്കൾ ഉസ്മാൻ ചോയെ എങ്ങനെ അറിയും? ഞാൻ പറഞ്ഞു, എനിക്കറിയാം, അദ്ദേഹം പണ്ഡിതനാണ്, വിശുദ്ധ ഖുർആന്റെ ചീനി ഭാഷയിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഉസ്മാൻ ചു. എനിക്ക് വിശ്വാസം വരുന്നില്ലായിരുന്നു. ഉസ്മാൻ സാഹിബുമായി കൂടിക്കാഴ്ച നടക്കുകയാണ്. അദ്ദേഹം എനിക്ക് തന്നെ സംബന്ധിക്കുവാനുള്ള വിവരം നൽകി. പിന്നെ താൽക്കാലികമായി താമസിച്ചിരുന്ന അഡ്രസ്സ് നൽകി. ഞാനും അദ്ദേഹത്തിന് എൻ്റെ നമ്പർ നൽകി. 1-2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഫോൺ വന്നു, ചീനി സാഹിബിന്റെ, എൻ്റെ വീട്ടിൽ വന്ന് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ചിന്തിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല, ഇത്ര ഉയർന്ന നിലവാരത്തിലുള്ള ഒരു വ്യക്തി എന്നെ കാണുന്നതിന് എൻ്റെ വീട്ടിൽ വരും. ഞാൻ അദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ സ്വീകരിച്ചു. അദ്ദേഹത്തോടൊപ്പം 2 പാകിസ്ഥാനി സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. 10 മിനിറ്റോളം സംസാരിച്ചിരുന്നു. അതിനുശേഷം ഉസ്മാൻ ചൂ സാഹിബ് ഒരു റെസ്റ്റോറൻറ്റിൽ ക്ഷണിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ അതിഥിയാണ്, ഞാൻ നിങ്ങളെ ക്ഷണിക്കേണ്ടതാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, താങ്കൾ വിദ്യാർത്ഥിയാണ്, ഞാൻ താങ്കളെക്കാൾ വലുതാണ്, മാതാപിതാക്കളുടെ സ്ഥാനത്താണ്, അതുകൊണ്ട് താങ്കളെ സഹായിക്കേണ്ടതാണ്. അതിനുശേഷം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു. വിവിധ വിഷയങ്ങളിൽ ചർച്ച നടന്നു. പിന്നെ അങ്ങനെ ഒരു ദിവസം പറയുന്നു, അദ്ദേഹത്തെ ഞാൻ കാണാൻ പോയി. സെൻട്രൽ ബാങ്കിന്റെ കെട്ടിടമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് ഇരുന്ന് സംസാരിച്ചു. ഉസ്മാൻ ചൂ സാഹിബ് എന്നോട് വഫാത്തെ മസീഹ്, ഖതബ് നബുവത്ത്, യജൂജ് മൗജൂജ്, ജിന്ന്, ഇമാം മെഹദി, ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഹദീസുകളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന് സാധാരണയായി പാരമ്പര്യ മുസ്ലിങ്ങൾ നൽകാറുള്ള മറുപടിയാണ് നൽകിയത്. ഉസ്മാൻ ചൂ സാഹിബ് പറയുകയുണ്ടായി, പിന്നെ എല്ലാ ചോദ്യങ്ങളിലെയും ശരിയായ മറുപടി പറഞ്ഞു തന്നു. എനിക്ക് പറയാൻ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഉത്തരങ്ങളിലെ ശക്തിയായ പ്രഭാവം എന്നിൽ ചെലുത്തി. അങ്ങനെ അദ്ദേഹം എനിക്ക് വിശുദ്ധ ഖുർആന്റെ തർജ്ജമ, പിന്നെ കുറെ പുസ്തകങ്ങൾ പാരിതോഷികമായി തന്നു. ഇവ പഠിക്കുക എന്ന്, അതിനുശേഷം എനിക്ക് എഴുതുക, ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണം. പറയുന്നു, ഏതായാലും ഞാൻ പുസ്തകങ്ങൾ വായിച്ചു. എൻ്റെ ആലോചനകളിൽ മാറ്റം വന്നു. ആ സമയത്ത് എനിക്ക് ബയ്യത്തിനെ കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ബയ്യത്ത് ചെയ്തു. അദ്ദേഹം എഴുതുന്നു, ഞാൻ എപ്പോഴും ഇക്കാര്യം പ്രകടിപ്പിക്കുന്നത് അഭിമാനമായി കരുതുന്നു. അതായത് എനിക്ക് ഇമാം മെഹദിയും ആവിർഭാവവും ഇമാം മെഹദിയുടെ സത്യജമാഅത്തിന്റെയും അറിവ് കിട്ടി. ദുആ സ്വീകാര്യതയുടെ സംഭവങ്ങൾ ആളുകൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്, ഒരിക്കൽ ഒരു ഷാ സാബ് എഴുതുന്നു, ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു റബുവയിൽ നിന്ന് കറാച്ചി. വഴിയിൽ ഞങ്ങൾ ബാജമാഅത്ത് 60 കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. അത്ഫാലിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു റബുവയിൽ. വഴിയിൽ ബാജമാഅത്ത് നമസ്കാരം അനുഷ്ഠിച്ചു. അനഹമ്മദികൾക്ക് മനസ്സിലായി ഇവർ അഹമ്മദികളാണെന്ന്. അതിൽ മൗലവിമാർ ബോഗികളിൽ പ്രസംഗം തുടങ്ങി, ഇവർക്കെതിരിൽ നടപടി സ്വീകരിക്കുക. ഞങ്ങൾ വളരെ പ്രയാസത്തിലായി. ഉസ്മാൻ ചീനി സാഹിബും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിവിധ ആൾക്കാരുടെ വിവിധ ഡ്യൂട്ടികൾ ഏൽപ്പിച്ചു സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ. ചീനി സാഹിബ് പറഞ്ഞു, എനിക്കും എന്തെങ്കിലും ജോലി തരിക. അതിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ ജോലി മുകളിൽ ബർത്തിൽ ഇരുന്ന് ദുആ ചെയ്യുക. പിന്നെ മൗലവിമാരുടെ പരിപാടി മൽത്താൻ എത്തിയാൽ ഇവർക്കെതിരെ നടപടിയെടുക്കാം, മർദ്ദിക്കാം. എന്നാൽ പറയുന്നു, മൽത്താൻ കടന്നുപോയി. കുറച്ചു ശേഷം കഴിഞ്ഞപ്പോൾ മൗലവിമാർ നിശബ്ദരായി. പോയി നോക്കിയപ്പോൾ മൗലവി ഉറങ്ങുകയായിരുന്നു. മൗലവി സാഹിബ് മൽത്താനിൽ ഇറങ്ങേണ്ടതായിരുന്നു. എന്നാൽ മൽത്താൻ സ്റ്റേഷൻ കടന്നുപോയിട്ടും അയാളുടെ കണ്ണ് തുറക്കാത്ത നിലയിൽ ഉറങ്ങിപ്പോയി. അടുത്ത സ്റ്റേഷനിൽ എവിടെയോ അയാൾ ഇറങ്ങി. ഇങ്ങനെ ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു. ഇതുപോലെ അദ്നാൻ സഫർ സാഹിബ് പറയുന്നു, എന്റെ ഹോം ഓഫീസിൽ പണി നടന്നിരുന്നില്ല. പല ദിവസങ്ങളായി പാസ്പോർട്ട് ചോദിക്കുമായിരുന്നു. പറയുമായിരുന്നു, താങ്കളുടെ UK-യിലെ റെക്കോർഡൊന്നും ഞങ്ങളുടെ റെക്കോർഡിലില്ല. ജോലിയിൽ നിന്ന് അവധിയെടുത്ത് ഞാൻ പോയിക്കൊണ്ടിരുന്നു 3-4 മാസം വരെ. അവസാനം നിരാശനായി ഒരു ദിവസം ഇസ്ലാമാബാദിൽ ചീനി സാഹിബുമായി കണ്ടുമുട്ടി. നമസ്കരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഞാൻ എൻ്റെ പാസ്പോർട്ട് പ്രശ്നം വിവരിച്ചു.
അദ്ദേഹം അവിടെ തന്നെ നിന്ന് ദുആ ചെയ്തു. ദുആ ചെയ്യാം. എത്രയധികം ആവേദനയുണ്ടായിരുന്നു എന്നാൽ ഏങ്ങലടിക്കുന്ന ദുആയായിരുന്നു. പറയുന്നു, ഞാനും പേടിച്ചുപോയി. എനിക്ക് വേണ്ടി ഇത്രയധികം ദുആ ചെയ്യുന്നു. വെറുതെ ഞാൻ ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു. വേറെ ചിലരും ദുആയിൽ പങ്കുചേർന്നു. അടുത്ത ദിവസം എന്റെ വക്കീൽ ഫോൺ ചെയ്തപ്പോൾ ഹോം ഓഫീസിൽ അവിടെ ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നീണ്ട ബെല്ലടിച്ചപ്പോൾ അവിടുത്തെ ഡയറക്ടർ എഴുന്നേറ്റ് അതിലെ പോയപ്പോൾ ഫോൺ എടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന പ്രശ്നമുണ്ട്. ഡയറക്ടർ പറഞ്ഞു, അവനോട് പറയുക രാവിലെ എന്നെ വന്ന് കാണുക. ഓഫീസിൽ ഞാൻ ചെന്നപ്പോൾ മിസ്റ്റർ റിച്ചർഡ്, അയാളുടെ പേരായിരുന്നു, റിസപ്ഷനിൽ പോയി റിസപ്ഷനോട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ കാണണം. റിസപ്ഷൻ പറഞ്ഞു, അദ്ദേഹം വലിയ ഓഫീസറാണ്, നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ കാണാൻ കഴിയും? എന്നോട് പറഞ്ഞു, എന്താണ് പണി? ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്നെ സ്വയം വിളിച്ചതാണ്. ഓഫീസറെ അറിയിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അവസാനം ഒരാൾ തയ്യാറായി. അയാൾ പോയി പറഞ്ഞു. മിസ്റ്റർ റിച്ചർഡ് സ്വയം എഴുന്നേറ്റ് വന്നു, മുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി തന്റെ കമ്പ്യൂട്ടറിൽ മുഴുവൻ റെക്കോർഡും തിരഞ്ഞു. പിന്നെ തന്റെ സെക്രട്ടറിയെ വിളിച്ചു. പിന്നെ പാസ്പോർട്ട് നൽകുന്നതിനുള്ള കത്ത് നൽകി. അതിനുശേഷം പുറത്ത് വിടാൻ കൂടെ വന്നു. മുഴുവൻ ജോലിക്കാരും കാണുന്നുണ്ടായിരുന്നു. ഇത്ര വലിയ ഓഫീസർ ആരാണ് വന്നിരിക്കുന്നത്? വിദേശി. അയാളെ യാത്രയാക്കാൻ ഓഫീസർ പുറത്ത് വന്നു, വാതിൽ തുറന്ന് യാത്രയാക്കുന്നു. ഇതിന് ഞാൻ എന്താണ് പറയുക? ഈ അവസ്ഥയായിരുന്നു. ഇത് ഉസ്മാൻ ചൂ സാഹിബിന്റെ വികാരഭരിതമായ ദുആയായിരുന്നു. അത് 4 മാസം കൊണ്ട് കുടുങ്ങിക്കിടന്ന പണി കേവലം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കി. ഒറ്റ ദിവസം കൊണ്ട് നടത്തുക മാത്രമല്ല, വലിയ ഓഫീസറുടെ കയ്യാൽ നടത്തി. സംഭവങ്ങൾ ധാരാളമുണ്ട്. എല്ലാം വിവരിക്കുവാൻ കഴിയുകയില്ല. വളരെയധികമാണ്. ചിലത് മാത്രം അദ്ദേഹത്തിന്റെ അടുത്തവരാണ്, അവരെക്കുറിച്ച് പറയുന്നതാണ്. സയ്യിദ് ഹുസൈൻ അഹമ്മദ് സാഹിബ് മുറബി എഴുതുന്നു, ആഴ്ച തോറുമുള്ള യോഗം ഞങ്ങൾ നടത്താറുണ്ടായിരുന്നു. ഞങ്ങൾ മുറബിമാർക്ക് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, ബസ്സുകളിൽ പോകുമായിരുന്നു. രാത്രി വൈകി വരെ യോഗം നടക്കാറുണ്ടായിരുന്നു. അതിനുശേഷം പോകാൻ ഏതെങ്കിലും ആമില മെമ്പർമാരുടെ കൂടെ ഞങ്ങൾ പോകുമായിരുന്നു. ആരെയെങ്കിലും കാത്തു നിൽക്കുമായിരുന്നു. എന്നാൽ ഉസ്മാൻ ചീനി സാഹിബ് ആരെയും കാത്തു നിൽക്കാറില്ല, നടന്നു പോകുമായിരുന്നു. അല്ലെങ്കിൽ വഴിയിൽ ബസ് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും വാഹനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ജില്ലാ മിഷൻ ഹൗസിൽ താമസിച്ചിരുന്നു. അവിടെ കുറച്ച് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ ഇദ്ദേഹം വിരുന്നിന് ക്ഷണിച്ചു. ചോദിച്ചു, താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? ഇതാ ഈ മുറിയിൽ, സ്ത്രീകളുടെ ഹാളിൽ. സ്ത്രീകൾ നമസ്കരിക്കാൻ വരുമ്പോൾ സാധനങ്ങൾ പെറുക്കി കൂട്ടുന്നു. അതിനുശേഷം ഇത് തന്നെയാണ് ഞങ്ങളുടെ ഉറങ്ങുന്ന മുറിയും തിന്നുന്ന മുറിയും. എല്ലാം ഇതാണ്. വളരെ വിനയത്തോടെ വിധേയത്തോടെ ചെറിയ സ്ഥലത്ത് താമസിച്ചിരുന്നു. റഷീദ് അർഷദ് സാഹിബ് ഇദ്ദേഹത്തോടൊപ്പം വളരെ നീണ്ടകാലം ജോലി ചെയ്തു. ചീൻ ഡെസ്കിലും ജോലി ചെയ്യുന്നു. പറയുന്നു, 33 കൊല്ലം ജോലി ചെയ്യുന്നതിന് അവസരം ലഭിച്ചു. ഇദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകതകൾ എഴുതുന്നു. നമസ്കാരം ബാജമത്തായി കൃത്യനിഷ്ഠയോടെ ആരാധനയുടെ മാതൃക ഞങ്ങൾക്ക് ഒരു മാതൃകയായിരുന്നു. മഴയോ കൊടുങ്കാറ്റോ ഹിമപാതമോ എന്തായിരുന്നാലും കൃത്യനിഷ്ഠയോടെ ജമാഅത്ത് നമസ്കാരത്തിനായി പള്ളിയിൽ വരുമായിരുന്നു. പറയുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ വൃദ്ധാപ്യത്തിൽ വളരെ ബലഹീനനായ അവസ്ഥയിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ നിന്ന് വീട്ടിൽ വരുന്നതുവരെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് മിനിറ്റുകളുടെ ദൂരം, 10-15 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് എടുത്ത് താണ്ടുമായിരുന്നു. എപ്പോഴും പള്ളിയിൽ തീർച്ചയായും വരുമായിരുന്നു. തഹജ്ജുദ് കൃത്യമായി അനുവർത്തിക്കുമായിരുന്നു. ഒരു ദിവസം പറയുന്നു, നീണ്ട യാത്ര ചെയ്ത് ചൈനയിലെ ഒരു പ്രദേശത്ത് പോയി. പിന്നെ അവിടെയും പ്രാദേശിക അഹമ്മദികളോട് സംസാരിച്ചിരുന്നു. വൈകിപ്പോയി. അതുകൊണ്ട് ഞാൻ കരുതി തഹജ്ജുദിന് എണീക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ രാവിലെ നോക്കിയപ്പോൾ ചീനി സാഹിബ് തഹജ്ജുദ് നമസ്കരിക്കുകയായിരുന്നു. കുറച്ചാണെങ്കിലും നമസ്കരിച്ചു, പക്ഷെ ഒഴിവാക്കിയില്ല. ചീനി സാഹിബ് സ്വയവും എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇത് വിവരിക്കുന്നു. ചൈനയിൽ നിന്ന് റബുവയിൽ വന്നപ്പോൾ കണ്ടു, റബുവയിലെ സ്വാത്തികർ എത്ര വിധേയതയോടെയാണ് നമസ്കാരം അനുഷ്ഠിക്കുന്നത്. നോമ്പ് നോക്കുന്നു, എത്തിക്കാഫ് ചെയ്യുന്നു, ദുആകൾ ചെയ്യുന്നു. അള്ളാഹു അവരുടെ ദുആകൾ കേൾക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അദ്ദേഹത്തിൽ ധാരാളം പ്രഭാവം ചെലുത്തി. അദ്ദേഹം തീരുമാനിച്ചു, ഞാനും ഈ സ്വാത്തികരുടെ
കാലടികളെ പിന്തുടരുന്നതായിരിക്കും. ആ സമയത്ത് താങ്കൾക്ക് കാലത്തിന്റെ ഖലീഫത്തുൽ മസീഹ് സാനിയുടെ മാർഗനിർദ്ദേശങ്ങളും ലഭിക്കുമായിരുന്നു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു, ഹസ്രത്ത് മിർസ ഷെരീഫ് അഹമ്മദ് സാഹിബ് തുടങ്ങിയ പ്രതിഭകളുടെ സഹവാസം ലഭിച്ചിരുന്നു. മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജ്ഗി, ഹസ്രത്ത് മുഖ്താർ അഹമ്മദ് ഷാജഹാൻപൂരി, ഹസ്രത്ത് മുഹമ്മദ് ഇബ്രാഹിം സാഹിബ് ബക്കാപൂരി, സയ്യിദ് വലിയുല്ലാ സാബ് തുടങ്ങിയവരുടെ സഹവാസം കൊണ്ട് പ്രയോജനം നേടിയിരുന്നു. അല്ലാഹു തആല ഈ സ്വാത്വികരുടെ സഹവാസം കാരണത്താൽ ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്വം കൂടുതൽ ശോഭിതമാക്കി. അല്ലാഹു തആലയുമായുള്ള ബന്ധം അദ്ദേഹത്തിന് കൂടുതലായി കിട്ടി. പറയുന്നു, തബ്ലീഗിലും ഇദ്ദേഹം ആവേശഭരിതനായിരുന്നു. സാധാരണയായി നിശബ്ദനും കുറച്ച് സംസാരിക്കുന്നവരുമായിരുന്നു സ്വഭാവമായിരുന്നു. എന്നാൽ നാം കണ്ടിട്ടുണ്ട്, തബ്ലീഗ് ആരംഭിച്ചാൽ ഇദ്ദേഹത്തിൽ അസാധാരണമായ ശക്തിയും ആവേശവും ഉണ്ടാകുമായിരുന്നു. മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നു. പല പ്രാവശ്യവും ഫോണിലും സംസാരം തുടങ്ങിയാൽ സമയത്തിന്റെ വില അറിയില്ലായിരുന്നു. മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ടിരിക്കും. അതിഥി സത്കാരവും ഇദ്ദേഹത്തിന് പാരമ്പര്യമായി കിട്ടിയിരുന്നു. പറയാറുണ്ടായിരുന്നു, തങ്ങളുടെ പിതാവ് വളരെ അതിഥി സൽക്കാരപ്രിയനായിരുന്നു. കാരണം ഗ്രാമത്തിൽ ഹോട്ടലുകൾ ഉണ്ടായിരുന്നില്ല. പിതാവ് പറയാറുണ്ടായിരുന്നു, നമ്മുടെ വീടാണ് ഹോട്ടൽ. അതിഥി സൽക്കാരത്തിൽ ചീനി സാഹിബിന്റെ ഭാര്യയും ഇദ്ദേഹത്തോട് പരിപൂർണമായും സഹകരിച്ചിരുന്നു. ഇതുപോലെ എല്ലാവരുടെയും വികാരങ്ങളെ മാനിച്ചിരുന്നു. എത്രയധികം ക്ഷീണിതനാണെങ്കിലും ഒരിക്കൽ ആരോ രാത്രി വൈകുന്നവരെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. കാറിൽ ഇരിക്കുവാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു, എൻ്റെ വീട് അടുത്താണ്, അവിടെ പോകാം. റഷീദ് സാഹബ് പറയുന്നു, ഞങ്ങൾ കരുതി നിരാകരിക്കുമെന്ന്. എന്നാൽ കൂടെ പോയി. അവിടെ ചെന്ന് ആ വ്യക്തി ഭക്ഷണം ഏർപ്പാടാക്കി വളരെ വൈകുന്നത് വരെ അവിടെ നിന്നു. രാത്രി വൈകി 1 മണിയോടുകൂടി എത്തിച്ചേർന്നു. എന്നാൽ അദ്ദേഹത്തെ നിരാകരിച്ചില്ല, അല്ലെങ്കിൽ വേഗമാകട്ടെ എനിക്ക് പോകണം എന്ന് പറഞ്ഞില്ല. ഇതുപോലെ നസീർ അഹമ്മദ് ബദർ സാഹിബ് മുറബി സിൽസില ഇദ്ദേഹം എഴുതുന്നു, ചീനി ഭാഷയെക്കുറിച്ച് എനിക്ക് ആദേശം കിട്ടിയപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തുമായി ബന്ധപ്പെട്ടു. അവിടെ ചൈനയുടെ വിവിധ പ്രദേശങ്ങളിൽ പോയി ദഅവത്തല്ല ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഈ അവസരത്തിൽ ഉസ്മാൻ ചീനി സാഹിബും വളരെ പ്രയോജനകരമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകിയതുകൊണ്ട് പ്രയോജനം കിട്ടി. കത്തുകളിലൂടെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഞാൻ അവിടെ ആയിരക്കണക്കിന് ചൈനക്കാർക്ക് വാക്കാലും ഫോൾഡറിലൂടെയും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിനുള്ള അവസരം ലഭിച്ചുകൊണ്ടിരുന്നു. എല്ലായിടത്തും ഏകദേശം ഉസ്മാൻ ചീനി സാഹിബിനെ കുറിച്ചുള്ള സ്മരണ നല്ല ആദരവോടുകൂടി നടന്നുകൊണ്ടിരുന്നു. ചൈനയിൽ പറയുന്നു, ചൈനയിൽ ഇസ്ലാമിന്റെ വലിയ സ്കോളറായി മനസ്സിലാക്കുന്നു. പറയുന്നു, ചീനി ഭാഷയിലെ ജ്ഞാപകമായി പിന്നിട്ട് പോയ സാഹിത്യങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ മരിപ്പിക്കുകയില്ല. തന്റെ തൂലികയിൽ നിന്ന് പുറപ്പെട്ട 20ഓളം ചീനി പുസ്തകങ്ങൾ തർജ്ജമകളുടെയും ഒരു സമുദ്രം തന്നെയുണ്ട്. ഇത് ഇദ്ദേഹം ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹാനി ഖസായിൽ നിന്ന് എടുത്തതാണ്. തർജ്ജമ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇദ്ദേഹത്തിന്റെ വിശാലവും ഗഹനവുമായ ചീനി ഭാഷയും തന്നിൽ ഒരു പ്രത്യേക ആകർഷണവും വശീകരണവും ഉണ്ടാക്കുന്നു. പറയുന്നു, ഈ കാര്യം എനിക്ക് ചീനയിലെ ഒരു മുസൽമാൻ മദ്രസയിൽ നിന്ന് കിട്ടി. അവിടെ ആദ്യം പോകുമ്പോൾ പ്രത്യേക ശ്രദ്ധയൊന്നും കിട്ടിയില്ല. പ്രദേശത്തെ മദ്രസയിൽ പോയി. എന്നാൽ കുറച്ചു കാലശേഷം വീണ്ടും അവിടെ പോയപ്പോൾ മുഴുവൻ ചീനി മുസ്ലിങ്ങളും ഇമാം സാഹിബും വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾ ഇത്ര ആഗ്രഹം കണ്ടില്ല, എത്രയാണ് ഇപ്പോഴുള്ളത്? അപ്പോൾ ഒരു ചീനി സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ മൗലവി സാഹിബിന് ചീനി ഭാഷയിലെ ഗ്രന്ഥങ്ങൾ നൽകിയത്, ഇതിൽ പ്രത്യേകിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ലിഖിതങ്ങളുടെ ചീനി തർജ്ജമ കുത്തുബയിൽ വായിച്ചു കേൾപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങളിൽ ഉള്ളൊരു പ്രത്യേകമായ അനുഭൂതി ഉളവാകുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് ഈ രീതിയിലുള്ള മഹത്തായ ലിഖിതങ്ങൾ മുഴു ജീവിതത്തിലും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഇനിയും ഈ രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ കൊണ്ട് തരിക. ഇദ്ദേഹം പറയുന്നു, ചീനി സാഹിബിന്റെ സ്വന്തം നാട്ടിലും പോകുവാനുള്ള അവസരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും കാണാൻ കഴിഞ്ഞു. എല്ലാവരും
ഉസ്മാൻ ചൂ സാഹിബിനെ കുറിച്ച് വളരെ ആദരവോടും ബഹുമാനത്തോടെയും ഓർക്കുന്നു. ഓരോരുത്തരും വന്ന് ഉസ്മാൻ ചൂ സാഹിബുമായുള്ള ബന്ധം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന അത്രയും സമയം എല്ലാവരും വളരെ നല്ല രീതിയിൽ പരിചരിച്ചു, സൽക്കരിച്ചു, ബഹുമാനിച്ചു. കേവലം ഞാൻ ഉസ്മാൻ ചീനി സാഹിബിനെ അറിയും, ജമാഅത്തെ അഹമ്മദിയയുടെ പ്രതിനിധിയാണ് എന്ന ഒറ്റ കാരണത്താൽ. പറയുന്നു, ഉസ്മാൻ ചീനി സാഹിബ് വിശുദ്ധ ഖുർആന്റെ തർജ്ജമ ചീനി ഭാഷയിൽ ചെയ്തത് വളരെ ലളിതവും ഗഹനവും ഏവർക്കും മനസ്സിലാകുന്ന തർജ്ജമയുമാണ്. അതിൽ ചീനി ഭാഷയുടെ വിശാലതയും സുന്ദരതയുടെയും നിലവാരം വളരെ നല്ലതായി തോന്നുന്നു. വിശുദ്ധ ഖുർആന്റെ വേറെയും പരിഭാഷകൾ ചീനി ഭാഷയിൽ ഉണ്ടായിരുന്നിട്ടും ഉസ്മാൻ ചൂ സാഹിബിന്റെ തർജ്ജമ മുഴുവൻ ചൈനയിലും ഒരേ രീതിയിൽ സ്വീകാര്യതയിൽ സർട്ടിഫിക്കറ്റിന്റെ സ്ഥാനമാണുള്ളത്. ഇതിനെക്കുറിച്ച് ധാരാളം ചീനി പണ്ഡിതന്മാരിൽ നിന്ന് ലഭിക്കുന്നത് ജമാഅത്തിന്റെ ആദർശങ്ങളോട് എതിർപ്പുണ്ടായിരുന്നിട്ടും ഈ തർജ്ജമയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ദൃഷ്ടിയോടെ കാണുന്നു. വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുന്നതിന് വളരെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. പറയുന്നു, ഒരു പ്രദേശത്തെ പര്യടനത്തിൽ ഒരു ഭക്തനായ പണ്ഡിതൻ എന്റെ അടുത്ത് തർജ്ജമ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ പ്രകാശിക്കുവാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ചീനി സാഹിബിന്റെ തർജ്ജമയുണ്ടായിരുന്നു. അത് കണ്ട് വളരെ ആത്മാർത്ഥതയോടെ സന്തോഷം പ്രകടിപ്പിച്ചു. വീണ്ടും പറയുണ്ടായി, ഈ തർജ്ജമ വളരെ കാലമായി തിരയുകയായിരുന്നു, നിങ്ങൾ എനിക്ക് ഈ വിശുദ്ധ ഖുർആൻ നൽകുമോ? ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളുടെ കൈവശം ഒരേ ഒരു പ്രതിയേ ഉള്ളൂ, താങ്കൾ തങ്ങളുടെ അഡ്രസ് അയക്കുക, ഞങ്ങൾ ഉസ്മാൻ ചീനി സാഹിബിൽ നിന്ന് വാങ്ങിത്തരാം. കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ചു നേരത്തേക്ക് ഈ വിശുദ്ധ ഖുർആൻ എനിക്ക് കടം തരിക, ഞാൻ ഇതിന്റെ ഫോട്ടോ കോപ്പി ചെയ്യിക്കുന്നതാണ്. ഏകദേശം 1450ഓളം പേജ് വരുന്ന തർജ്ജമ ഫോട്ടോ കോപ്പി ചെയ്യാനുള്ള ആവേശം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ കൊടുത്തു. അദ്ദേഹം വളരെ സന്തോഷിച്ചു. വീണ്ടും വീണ്ടും നന്ദി പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു നിധി കിട്ടിയ പോലെയായിരുന്നു. തീർച്ചയായും നിധി തന്നെയാണ്. സന്തോഷപ്രകടനം നിയന്ത്രണാതീതമായിരുന്നു. ഇതുപോലെ ഇദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് എണ്ണമറ്റ ജനങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് മറ്റൊരു മുബല്ലിഗും അവിടെ ഉണ്ടായിരുന്നു. അവരും എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ ചൈനയിൽ എവിടെ പോയാലും എല്ലായിടത്തും ചീനി സാഹിബിന്റെ സ്മരണയുണ്ടായിരുന്നു. സഫറുല്ല സാഹിബും അവിടെ ഉണ്ടായിരുന്നു. മൊറബി സിൽസിലയാണ്, ഇപ്പോൾ പാകിസ്ഥാനിലാണ്. അദ്ദേഹം പറയുന്നു, 2004 ചീനി സാഹിബ് പാകിസ്ഥാനിൽ പോയപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് റബയിലേക്കുള്ള യാത്രയിൽ കല്ലർകഹ പ്രദേശത്ത് പോയി ആ സ്ഥലം കാണിച്ചു തന്നു. അവിടെ അദ്ദേഹം ജാമ്യയിലെ വിദ്യാഭ്യാസ കാലത്ത് വന്ന് ചില്ല ചെയ്തിരുന്നു. അദ്ദേഹം തന്റെ ദുആ സ്വീകാര്യതയുടെ ഒരു സംഭവം വിവരിച്ചു. ഒരു വീട്ടിൽ പോയി, അവിടെ വിവാഹത്തിന് 10 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. ചിലയുടെ സമയത്ത് ചീനി സാഹിബിനോട് ദുആക്ക് അപേക്ഷിച്ചു. ചീനി സാഹിബ് ദുആ ചെയ്തു. സ്വപ്നത്തിൽ കണ്ടു, അവരുടെ മുറ്റത്ത് കട്ടിലിൽ ചൗധരി സഫറുല്ല ഖാൻ സാഹിബ് ഉറങ്ങുകയാണ്. ആ സ്വപ്നം അവരെ കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു താല സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു, അള്ളാഹു താല താങ്കൾക്ക് ആൺകുട്ടി നൽകുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർക്ക് അള്ളാഹു താല ആൺകുട്ടി നൽകി. ചില ചെയ്യാറുണ്ടായിരുന്നത് കല്ലാർക്കഹയിൽ എനിക്കും ഓർമ്മയുണ്ട്. അത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കാലത്ത് ഞങ്ങൾ ചെറുതായിരുന്നു. ഞാനും ഒരിക്കൽ അവിടെ പോയി ഒരു മുറിയിൽ താഴെ ചെറിയ മുറിയിൽ ഇരിക്കുകയായിരുന്നു. വിശുദ്ധ ഖുർആൻ കയ്യിലുണ്ടായിരുന്നു. ദുആ ചെയ്യുകയായിരുന്നു. പിന്നെ ഞങ്ങളും കുട്ടികളും വലിയവരും അദ്ദേഹത്തോട് ദുആക്ക് വേണ്ടി പറഞ്ഞു. വളരെ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുമായിരുന്നു. കരുണയോടെ പ്രവർത്തിച്ചിരുന്നു. ഡോക്ടർ നൂരി സാഹിബ് എഴുതുന്നു, ഇദ്ദേഹത്തെ ചെക്കപ്പ് ചെയ്തപ്പോൾ 2004 15 വർഷം മുമ്പ്, അപ്പോൾ ഹൃദയത്തിന് രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അതിന് ചികിത്സയും ഇല്ല. പറയുന്നു, എനിക്ക് വളരെ പ്രയാസമായി. കേവലം ദ്വായും കുറച്ച് നിസ്സാര മരുന്നുകളുമല്ലാതെ മറ്റൊരു വഴിയുമില്ല. എന്നാൽ ഇങ്ങനെയുള്ളവർ രക്ഷപ്പെടുന്നത് വളരെ വിരളമാണ്. കുറച്ച് വർഷങ്ങളുണ്ടാകും. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ചിനി സാഹിബ് എഴുതുന്നു, ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. പല പ്രാവശ്യം കണ്ടിരുന്നു, സുഖമില്ലാതിരുന്നിട്ടും ക്ഷീണമുണ്ടായിരുന്നിട്ടും, എന്നാൽ ഒരിക്കലും തന്റെ രോഗത്തെ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ തടസ്സമാക്കിയില്ല. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കലും രോഗകാരണത്താൽ ജോലി ചെയ്യാതിരുന്നില്ല. ഒരാൾ എഴുതുന്നു, മഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു.
സുബഹിയുടെ സമയത്ത് നടക്കുവാൻ കഴിയില്ലായിരുന്നു. ആരും പള്ളിയിൽ വരില്ല, എന്തായാലും പോയി പള്ളി തുറക്കുകയെങ്കിലും ചെയ്യാമെന്ന് കരുതി. ചീനി സാഹിബിന് വരുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ പറയുന്നു, ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത്, പുറത്തു നോക്കിയപ്പോൾ മഞ്ഞിൽ കാലുകളുടെ അടയാളമുണ്ടായിരുന്നു. അകത്ത് കിടന്നപ്പോൾ നോക്കിയപ്പോൾ ചീനി സാഹിബ് പള്ളിയിൽ വരിക മാത്രമല്ല, വളരെ നേരത്തെ എത്തി മഞ്ഞിൽ നടന്നു വന്ന് തഹജ്ജുദ് നമസ്കരിക്കുകയാണ്. അത്താൾ മുജീബ് റാഷിദ് സാഹിബ് ഇദ്ദേഹത്തിന്റെ കുറിച്ചൊരു സംഗ്രഹം എഴുതിയിട്ടുള്ളത്, അത് നല്ല സംഗ്രഹമാണ്. യഥാർത്ഥവും ഇതാണ്. പറയുന്നു, അതായത് ഇദ്ദേഹം ഒരു വലിയ വിടവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ മഹാനായ ഭക്തനായിരുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, എൻ്റെ മനസ്സിൽ വന്നത് ചീനി സാഹിബിന്റെ പ്രത്യേകതകളുടെ കാര്യത്തിൽ വളരെ ദുആകൾ ചെയ്യുന്ന, ദുആ സ്വീകാര്യതയുള്ള സാത്വികനായിരുന്നു. നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്ന, രോഗത്തിന്റെ ക്ഷീണത്തിന്റെയും അവസ്ഥയിലും പള്ളിയിൽ പോകുന്ന വളരെ നല്ല ദൈവപ്രേമി, നിഷ്കളങ്ക മനുഷ്യനായിരുന്നു. എല്ലാവരുടെയും ഗുണകാംക്ഷിയും നല്ല അഭിപ്രായം നൽകുന്നവും ആളുമായിരുന്നു. വളരെ നല്ല സ്വഭാവമുള്ള മിതഭാഷിയായ മനുഷ്യനായിരുന്നു. വളരെ അതിഥി സൽക്കാരപ്രിയനായിരുന്നു. സ്നേഹത്തോടെ അതിഥികളെ സൽക്കരിക്കുന്നത് ആളായിരുന്നു. വളരെ ഉയർന്ന ധൈര്യം, ബലഹീനതയിലും ദീനി സേവനത്തിലും മുഴുകുന്ന, തന്റെ ഉത്തരവാദിത്വങ്ങളെ വളരെ കൂറോടും പരിശ്രമത്തോടും നിർവർത്തിക്കുന്ന, ദീനി സേവനം ചെയ്യാനുള്ള ആർത്തി വളരെ പ്രകടമായിരുന്നു. ഖിലാഫത്തെ അഹമ്മദിയായുടെ സത്യസന്ധനായ സേവകനായിരുന്നു. എപ്പോഴും വളരെ സ്നേഹത്തോടെയും സഹാനുഭൂതിയോടും കണ്ടിരുന്നു. ഇനിയും ധാരാളം പ്രത്യേകതകളുണ്ട് ഇദ്ദേഹത്തിന്. ഇതെല്ലാം അള്ളാഹു താല ഉസ്മാൻ ചീനി സാഹിബിന് പദവികൾ ഉയർത്തിക്കൊണ്ടുപോകുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ക്ഷമയും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. ഇവരുടെ സംരക്ഷണവും സഹായവുമാകട്ടെ. സന്താനങ്ങൾക്കും ഇദ്ദേഹത്തിന്റെ ദുആകളും നന്മകളുടെയും പിൻഗാമികളാക്കട്ടെ. ഇദ്ദേഹത്തിന്റെ കാലടികളെ പിന്തുടരുന്നവരാക്കട്ടെ. ഞാൻ നമസ്കാരത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കുന്നതാണ്. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.